കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യണം? സദ്യ ഉണ്ണും. അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും. അത് കഴിഞ്ഞ് രാത്രിയില്ലേ? രാത്രിയില്ല. വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കിടന്നുറങ്ങും. കളഞ്ഞ് കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ? വാലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് പാന്റ് കഴിച്ചിട്ട് മുഴുവൻ കഴിക്കണ്ട. പാന്റ് മുഴുവൻ അഴിച്ചോ, മുഴുവൻ അഴിച്ചോ. പാന്റ് കഴിച്ചിട്ട് നേരെ പോയി മൂത്രം വെച്ചിട്ട് കിടന്നുറങ്ങും. ഹായ് ഗോപി. അത് കൊള്ളാം. നിർത്തിയിരിക്കണ, എന്നാലല്ലേ ശ്വാസം വിടാൻ പറ്റുള്ളൂ. ഈ സ്പൈഡർമാനൊക്കെ സമ്മതിക്കണം. അവനൊന്നും ചെയ്യരുത്. അവനെ തല്ലരുത്, അവനെ തല്ലരുത്, എന്നെ തല്ലരുത്. ആനയെ സൂചി കൊണ്ട് ഒതുക്കിയവനാണ് കയ്യക്കാരൻ. പിന്നെയാണ് നീയൊക്കെ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നീ സമാധാനായിട്ടിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. There is no intracranial hematoma, no space occupying lesion. ഡോക്ടറെ, ഉണ്ണി. Don't worry, പേടിക്കാനൊന്നുമില്ല. He'll be all right. ഉടനെ റൂമിലേക്ക് കൊണ്ടുവരും. അപ്പൊ കയറി കണ്ടോളൂ. ഈശ്വരൻ കാത്തു. ഉണ്ണി,
ഇവരെയൊക്കെ മനസ്സിലായോ? അച്ഛൻ, അമ്മ, ദേ അമ്മു. എന്താ എന്റെ മോന് പറ്റിയത്? എല്ലാവരും ഒന്ന് കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഒന്നിറങ്ങിയത്. എന്താ നിനക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അവര് എവിടെയോ ഒരു ഓർമ്മ പോലെ. പക്ഷേ അവരൊന്നും എന്റെ ആരുമല്ല. ഉണ്ണി, നീ എന്തായി പറയുന്നത്? ഉണ്ണിയോ? എന്റെ പേര് ഉണ്ണിന്നല്ല, വിഷ്ണു. എന്റെ വീട് ബാംഗ്ലൂരാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അവന് നല്ല മാറ്റമുണ്ട്, കണ്ടില്ലേ? എന്നാലും അവൻ നമ്മളോടൊന്നും മിണ്ടിയില്ലല്ലോ. ശരിയായിക്കോളും. എന്തോ നല്ലൊരു ലക്ഷണം കാണുന്നു. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല. ആരോ മനഃപൂർവ്വം ചെയ്തതാ, നിങ്ങളെയൊക്കെ കബളിപ്പിക്കാൻ. എന്റെ കർത്താവേ, ഇതൊക്കെ ഞാൻ അവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇതറിഞ്ഞ അമാഷി ചങ്കുപൊട്ടി ചത്തുപോകും. നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ ഒരു പെൺകുട്ടിയുണ്ട്. ഇതൊക്കെ അറിഞ്ഞ ആത്മഹത്യ കുട്ടി. വിഷ്ണു, ഒരു ഗ്രാമം മുഴുവൻ നിന്നെ സ്നേഹിച്ച കഥ നീ അറിയണം. എല്ലാവരുടെ വലിപ്പം ഒരല്പം കുറഞ്ഞോ കുഞ്ഞുവരച്ചേട്ടാ? 4 കൂടെ വലിച്ചു കയറ്റ്. അപ്പൊ എല്ലാവരുടെ നീളെ കൂടുവന്റെ പാപ്പാനെ. സത്യം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സദ്യയുടെ ആവശ്യകത? ഇതൊരു പാഴ്സലമല്ലേ? എടാ ഓമനക്കുട്ട, നീ സാമ്പിൾ പഠിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആ. അതുപോലെ വരാനിരിക്കുന്ന കല്യാണത്തിന്റെ സാമ്പിൾ സദ്യയാണിത്. ആ, എന്നാ കല്യാണത്തിന് സാമ്പിൾ അങ്ങനെ നടത്തിക്കോ. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കാതെ വന്നിരുന്നു ആ, ഉണ്ടാവും. എനിക്ക് വേണ്ട. വേണ്ട, അതൊക്കെ ആദ്യം അടുക്കളയിൽ നിന്ന് ആ, കഴിഞ്ഞു. ആ സദ്യയുടെ ഇത് മേടിച്ച് വിളമ്പടാ. ആ, ഓക്കേ. മനസ്സേ, ഭാസ്കരന് കുറച്ച് നാരങ്ങച്ചാർ കൊടുക്കൂ. പേ പിടിച്ച് അവിടെ ദുഷ്ടൻ. ലക്ഷ്യ പുളിശ്ശേരി ആയാലോ? ഓമനക്കുട്ടൻ, നിനക്ക് എന്നാ പറ്റി? എനിക്കൊന്നുമില്ല, വട്ടുമാറൊന്ന് ടെസ്റ്റ് ചെയ്തതാ. മുണ്ടുക്ക് നല്ല മുണ്ടുക്ക്. എന്തായി കാണിക്കണം? ഇങ്ങോട്ട് വന്നേ. എന്തിപ്പണ്ടായേ? അവനിപ്പോ അസുഖമൊന്നുമില്ല, അവന്റെ അസുഖമൊക്കെ മാറി. ദൈവമേ, എന്താ നീ ചങ്കിക്കുത്ര വർത്താനൊന്നും പറയല്ലേ? ഉണ്ടായിരിക്കും.